നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ആനച്ചവിട്ടിയുടെ തലയാണ്. വലിയ പരന്നമുള്ളെന്നൊക്കെ പറയും. അതിൻ്റെ തലയാണ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇവിടെ കറി വെക്കാൻ കൊടംപുളിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ ഇത് കഴുകി ഉണക്കിയതാണ്. 2 കഷ്ണം കൊടംപുളി ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി. ഇവിടെ എരിവ് നല്ല ആവശ്യമാണ്. എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എരിവ് കറിയിലൊക്കെ അധികം തന്നെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇവിടെ മുളക് പൊടി 1 കിലോ ഒക്കെ മേടിച്ചാൽ വേഗം തീരും. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട്. കാരണം ഞാൻ വിറകടുപ്പിലാണ് കറികളൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ വിറകടുപ്പിലാകുമ്പോൾ വെള്ളമൊക്കെ നന്നായി കുറുകി കിട്ടും. ഗ്യാസടുപ്പിലാകുമ്പോൾ കഷ്ണങ്ങളൊക്കെ വേഗമുള്ളൂ. വെള്ളം കുറുകാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ വെള്ളം കുറുകി നന്നായി വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. കറിക്ക് വെക്കുമ്പോൾ ഞാൻ തക്കാളി മാത്രം കേട്ടോ കഷ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളി 2-3 ചുള ചെറിയുള്ളി ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ അതിനെ കൂടത്തിലിട്ട് അരയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ തക്കാളി മാത്രമാണ് ഞാൻ അടുപ്പത്തേക്ക് കറിക്ക് വെക്കുമ്പോൾ കറിയിൽ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തല ഇട്ട് കൊടുക്കാം കേട്ടോ. 2 മിനിറ്റ് തല അടക്കിടന്ന് വേകട്ടെ. അതിന് ശേഷം നമുക്ക് തേങ്ങ കലക്കി പറഞ്ഞാൽ മതി. അപ്പോൾ അത് ഒരുവിധം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഇരുന്ന് തിളച്ച് കുറുകി വന്നത് കേട്ടോ. അപ്പോൾ അതേ കറിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ചെറിയൊരു ചട്ടിയിലേക്ക്, അത് മറ്റേ വലിയ ചട്ടി ഞാൻ അടുപ്പത്ത് വെക്കുന്നതിനെ കൊണ്ട് ഈ കറി ആയതിനു ശേഷം ഈ ചെറിയൊരു ചട്ടിയിലേക്കാക്കി ഞാൻ മാറ്റി വെക്കാറാണ്. കരിയുള്ള പാത്രമായതുകൊണ്ട് അങ്ങനെ കറിയായിട്ടോ. ഞാൻ കുക്കറിൽ വേവിച്ചെടുത്ത മമ്പയറാണ്. അപ്പോൾ ഞാനത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വെള്ളം വറ്റിച്ചിട്ടാണ്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. മമ്പയർ ഉപ്പേരിയാണ്. ഇവിടെ വെളിച്ചെണ്ണയിലൊന്നും അങ്ങനെ വറവിടുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് വെള്ളം വറ്റിച്ചെടുത്താൽ മമ്പയർ ഉപ്പേരി കിട്ടും. അപ്പോൾ ഇതേ തലക്കഷ്ണമാണ് നമ്മൾ കറി വെച്ചത്. വാൽക്കഷ്ണം നമ്മൾ പൊരിക്കുകയാണ് കേട്ടോ ആനച്ചവിട്ടിൻ്റെ. അപ്പോൾ അതേ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഉച്ചത്തേക്ക് ഞങ്ങൾക്ക് മമ്പയറിൻ്റെ ഉപ്പേരിയുണ്ട്, ആനച്ചവിട്ടിയുടെ കറിയുണ്ട്. ഇതിൽ ഞാൻ വറവ് ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ വറവിടുന്നത് അത്ര ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് വറവ് ഇട്ടിട്ടില്ല. പിന്നെ എനിക്ക് കരിവേപ്പില പറിക്കാൻ പറ്റാത്ത ദിവസത്തിനെ കൊണ്ട് കരിവേപ്പില ഇട്ടിട്ടില്ല. ഞങ്ങൾ കടയിൽ നിന്നല്ല, ഇവിടെ അല്ല, കരിവേപ്പില മരത്തു നിന്നാണ് പറിക്കാറുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് പറിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് കരിവേപ്പില ഇട്ടിട്ടില്ല. പിന്നെ ഇതാ പൊരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ